മേഘമല തേനി ജില്ലയിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് മേഘമല. തേനിയിൽ നിന്നും ഏകദേശം 53 കിലോമീറ്റർ ദൂരം. കൃഷിയാണ് തേനിയുടെ പ്രധാന ജീവിതമാർഗം. നോക്കത്താ ദൂരത്തോളം വിശാലമായ കൃഷിയിടങ്ങൾ ഉണ്ടിവിടെ. പൂക്കൃഷിക്ക് പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണ് ഇവിടം. കൃഷിയിടങ്ങളിൽ ഇറങ്ങി അതിൻ്റെ ഭംഗി ആവോളം ആസ്വദിക്കുവാനും ക്യാമറയിൽ പകർത്തുവാനും സഞ്ചാരികൾക്ക് സാധിക്കും. റോഡിനിരുവശത്തും പൂത്തുലഞ്ഞ് വിളഞ്ഞ് പാകമായ കൃഷിയിടത്തിലൂടെയുള്ള യാത്ര ഒന്ന് വേറെ തന്നെയാണ്. റോഡിനിരുവശത്തുമായി പാടങ്ങളും കൂറ്റൻ കാറ്റാടി യന്ത്രങ്ങളും യാത്രയെ കൂടുതൽ സുന്ദരമാക്കുന്നു. ഒരു ചിത്രകാരന്റെ പ്രദർശനം പോലെ കാണുന്ന ഓരോ കാഴ്ചയും മനസ്സിൽ ആഴത്തിൽ പതിയുന്നു. ചിന്നമണ്ണൂരെന്ന ചെറുപട്ടണത്തിൽ നിന്നുമാണ് മേഘമലയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ഈ ചെറുപട്ടണത്തിൽ നിന്നും വാഹനത്തിൽ ആവശ്യത്തിന് ഇന്ധനം നിറയ്ക്കണം. അത്യാവശ്യം പണവും കരുതണം. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ഇവയൊന്നും ലഭ്യമല്ല. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്നാണ് യാത്ര ചെയ്യേണ്ടത്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പ്രവേശന സമയം. യാത്രയിൽ ഉടനീളം ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം ടൈഗർ റിസർവേയിലൂടെയാണ് യാത്ര എന്നതാണ്. ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഇറങ്ങുന്നത് അത്രയ്ക്ക് നല്ലതല്ല. ആനയും പുലിയും കാട്ടുപോത്തും ഒറ്റയ്ക്കും കൂട്ടമായും വഴിയിൽ വിഹരിക്കാറുണ്ട്. മേഘമലയോടടുക്കുമ്പോൾ ആദ്യം കാണുന്നത് മണലാർ ഡാം. അവിടെ നിന്ന് നോക്കിയാൽ തേനി ജില്ല മുഴുവനായും കാണാൻ സാധിക്കും. ഏലത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും മഞ്ഞണിഞ്ഞു നിൽക്കുന്ന ആ കുന്നിൻ ചെരുവുകളിലൂടെയുള്ള യാത്ര ഏതൊരു സഞ്ചാരിയുടെയും മനസ്സിന് കുളിർമയേകുന്നു. അവിടെ നിന്നുള്ള കുന്നിൻ ചെരുവിന്റെ മനോഹരമായ കാഴ്ചകളും ഗിരിയുടെ നെറുകയിൽ ചുംബിച്ച് ഇനി ഒരിക്കലും കാണില്ലെന്ന തിരിച്ചറിവോടെ വിതുമ്പിക്കൊണ്ടൊഴുകി നീങ്ങുന്ന മേഘക്കൂട്ടങ്ങളും വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഇനിയൊരു ഓഫ് റോഡ് ഡ്രൈവാണ്. സാഹസിക ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഇവിടം. ഇനി ഓഫ് റോഡിന് പറ്റിയ വാഹനമില്ലാത്തവർക്ക് ഇവിടെ വാഹന സൗകര്യവും ലഭ്യമാണ്. ഇരവലങ്ങാർ ഡാമിന്റെ കാഴ്ച കാണാനാണ് ഈ യാത്ര. മേഘമലയിൽ നിന്നും 18 കിലോമീറ്റർ ദൂരെയാണ് ഇരവലങ്ങാർ എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും കൊടുങ്കാടാണ്. ധാരാളം ഈറ്റ ഉള്ളതിനാൽ ആനകളുടെ വിഹാര കേന്ദ്രമാണ് ഈ വഴികൾ. ഡാം എത്തുന്നതിന് മുൻപായി ഒരു വ്യൂ പോയിന്റും ഇരവലങ്ങാറിലുണ്ട്. ഈ പ്രദേശവാസികളുടെ വിശ്വാസങ്ങളെ കാത്തുകൊള്ളുന്ന ഒരു ശക്തിയും ഇവിടെ കുടികൊള്ളുന്നു. ഡാമിന്റെ കാഴ്ചയെന്നാൽ ചുറ്റുമുള്ള കുന്നിൻ ചെരുവുകളിലെ തേയിലത്തോട്ടങ്ങളും ഡാമിന് ചുറ്റുമായുള്ള തടാകങ്ങളും ദൂരെ ലയങ്ങളുടെ മനോഹരമായ കാഴ്ചകളുമാണ്. ഡാമിന്റെ മുകളിൽ നിന്നുമുള്ള ദൂരക്കാഴ്ച ഒരിക്കലും മനസ്സിൽ നിന്നും മായുകയേയില്ല. മേഘങ്ങൾ എത്ര പെട്ടെന്നാണ് വന്ന് നിറയുന്നതും കാഴ്ചകൾ മൂടുന്നതും. ഇരുട്ട് വീഴും മുൻപ് തിരികെ പോന്നില്ലെങ്കിൽ ഈ കോടമഞ്ഞിൽ വഴി കാണാതെ നാം ഒറ്റപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്.
സൂര്യൻ ഇരുണ്ടു തുടങ്ങുമ്പോഴേക്കും തോട്ടങ്ങളിൽ നിന്നും നടന്നും ട്രാക്ടറുകളിലുമൊക്കെയായി അവരവരുടെ ലയങ്ങളിലേക്ക് മടങ്ങുന്ന തൊഴിലാളികളെ കണ്ടുകൊണ്ട് ഇനി നമുക്ക് മലയിറങ്ങാം. മേഘമലയിൽ താമസത്തിന് പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസ് ആണുള്ളത്. അതിന് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. ചെറിയ ചായക്കടകൾ മാത്രമുള്ള ഇവിടെ അത്യാവശ്യം ഭക്ഷണവും ലഭിക്കും. കേരളത്തിൽ നിന്നും മൂന്നാർ വഴിയും കുമളി വഴിയും ഇവിടേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. മേഘമലയിൽ ബസ് സർവീസുകൾ വളരെ വിരളമാണ്. തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ തേനിയാണ്, ഏകദേശം 54 കിലോമീറ്റർ. എയർപോർട്ട് മധുരൈ 104 കിലോമീറ്റർ.